ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി തൻ്റെ ആ ഒരു ഉറച്ച തീരുമാനം അങ്ങ് പറയാണ്. സുധി ആ ഷോപ്പ് വാങ്ങിയിരിക്കുന്നത് അച്ഛൻ്റെ പണം ഉപയോഗിച്ചല്ലേ, അപ്പോൾ പിന്നെ ആ മാനേജർ കസേരയിലിരിക്കാൻ ഏറ്റവും യോഗ്യതൻ അച്ഛൻ തന്നെയല്ലേ എന്ന് സച്ചി അങ്ങ് തീർത്തു പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആകെ ചമ്മലോടുകൂടെ തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ രവീന്ദ്രൻ സമ്മതിച്ചു. എന്തായാലും ആകട്ടെ എന്ന് കരുതി. ഇനി ഇതിൻ്റെ പേരിൽ വഴക്ക് വേണ്ടല്ലോ, അല്ലെങ്കിലും സ്വന്തം പണം ഉപയോഗിച്ചല്ലേ അവനിത് വാങ്ങിയത്. സുധിയും ശ്രുതിയും കൂടി ഭയങ്കര സങ്കടത്തിൽ മുറിയിൽ വന്നിരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം കണ്ണു നിറഞ്ഞു നോക്കി നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാണ്, പെട്ടുപോയില്ലേ. അന്നേരം ശ്രുതി പറഞ്ഞു, എന്നാലും ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ സുധി. ആ സച്ചി എല്ലാത്തിനും കാരണം അവനാണ്. പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വന്നപ്പോഴാണ് അവൻ അടുത്ത പാരയുമായിട്ട് വന്നത്. അല്ല സുധി, നിങ്ങളൊന്ന് പറ, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഒരു പിടിയുമില്ല. അത് കേട്ടപ്പോൾ ശ്രുതി അങ്ങ് ചാടി എഴുന്നേറ്റ് കൊണ്ട് ചോദിക്കുന്നത്, ഞാൻ ഇനി എന്ത് പറയാനാ? നിങ്ങളുടെ അമ്മ എന്നെ ഇവിടെ പട്ടിയെ തല്ലുന്നത് പോലെ ഇങ്ങനെ തല്ലിയപ്പോൾ നിങ്ങളെല്ലാവരും നോക്കി നിന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതെല്ലാം തല്ലെല്ലാം തന്നെ വാങ്ങിച്ചത്. നിങ്ങൾ അന്ന് ആ പാർക്കിൽ പോയി സുഖമായി കിടന്നുറങ്ങിയതും തേരാപാര നടക്കുകയായിരുന്നില്ലേ, ഒരു ജോലിയും കൂലിയുമില്ലാതെ. അപ്പോൾ എന്തെങ്കിലുമൊന്നും ആയിക്കോട്ടെ എന്ന് കരുതി ആ നീലിമയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചൊരു ഷോപ്പൊക്കെ ഇട്ട് തന്നപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത അഹങ്കാരമായിരുന്നു അല്ലേ? അയ്യോ ശ്രുതി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ നിന്റെ ഭർത്താവല്ലേ എന്ന് ശ്രുതി പാവം പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഭർത്താവോ? എവിടുത്തെ ഭർത്താവ്? ഭാര്യയെ തല്ലുന്നത് കണ്ട് നോക്കി നിൽക്കുന്നവനാണോ ഭർത്താവ്? അമ്മ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് തന്നെ ചെയ്യും. അമ്മ മുള്ളുണ്ടായെന്ന് പറഞ്ഞാൽ മുള്ളില്ല, ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇരിക്കില്ല. അങ്ങനെയാണല്ലോ നിങ്ങളുടെ പോക്ക്. ആകെ വിഷമത്തോടു കൂടി തന്നെ ശ്രുതി പറഞ്ഞു. അത് പിന്നെ അമ്മ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്ന്. ദേ മിണ്ടരുത്, അമ്മ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല പോലും. നാണമുണ്ടോ നിങ്ങൾക്ക്? കണ്ടില്ലേ, കാടമുട്ടം പോലെ വളർന്നു നിൽക്കുന്നു. തലക്ക് 10 പൈസയുടെ ബുദ്ധി പോലും വിവരം പോലും ഇല്ലല്ലോ. ഇത്രയെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിന്നേനെ. എന്നെ തല്ലുന്നത് കണ്ടപ്പോൾ തടയാൻ നോക്കിയേനെ. ശ്രുതി വീണ്ടും പറഞ്ഞു. അത് പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ ശ്രുതിയെന്ന്. വേണ്ട, കൂടുതൽ നിങ്ങളൊന്നും പറയണ്ട, ശ്രുതി അങ്ങ് കടുപ്പിച്ച് പറഞ്ഞു. ഷോപ്പിൻ്റെ കാര്യം നോക്ക്, അത് ചിലപ്പോൾ കൈവിട്ടു പോയേക്കാം. സച്ചി പറഞ്ഞത് അച്ഛൻ കട ഏറ്റെടുക്കട്ടെ എന്നല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ആരാകും? ഒന്നുമില്ലാത്തവരായി തീരില്ലേ എന്ന് ശ്രുതി ചോദിച്ചു. എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത്? ഞാൻ ഇനി ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കുണ്ടോ? അവസാനം തല്ല് മൊത്തം എനിക്ക്. ശ്രുതി വലിയ ആളായിട്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ അമ്മയാണല്ലോ വലുത്. സ്വന്തം ഭാര്യയെ പോലും നിങ്ങൾക്ക് യാതൊരുവിധ വിലയുമില്ല. ശ്രുതി പറഞ്ഞു. ഇങ്ങനെയൊന്നും പറയില്ലേ ശ്രുതി, ഒരു പ്രശ്നവും ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അമ്മ പറയുന്നത് കേട്ടത്. അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കുറവൊന്നും കൊണ്ടല്ല. ഇഷ്ടക്കുറവില്ല പോലും. സച്ചിയും രേവതിയും ഒക്കെ എത്ര സന്തോഷത്തിലാണ്. ഷോപ്പ് നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നതറിഞ്ഞപ്പോൾ അവർക്ക് ആഘോഷമാണ്. സച്ചി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ഈ ഒരു പ്രശ്നം. നമ്മൾ തകർന്ന് തരിപ്പണമാണം, തെണ്ടി തിരിഞ്ഞ് നടക്കണം, അതൊക്കെയാണ് അവരുടെ ആഗ്രഹം. ശ്രുതിയോടുള്ള ആ ഒരു പഴയ പക തീർക്കുകയാണ് അവനെ. അതുകൊണ്ട് ശ്രുതി, ഞാനൊരു കാര്യം പറയാം. ഈ ഷോപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വലിയൊരു കട നിനക്കൊരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും നീ നോക്കിക്കോ. ശ്രുതി ആകെ പെട്ടുപോയിരിക്കുകയാണ്. ഈ സമയത്തിന് സച്ചിയും രേവതിയും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിൽക്ക് ശ്രുതി, എൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടും. അമ്മ മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ നീ എന്നോട് മിണ്ടില്ലേടാ എന്നും പറഞ്ഞ് വടിയും എടുത്തുകൊണ്ട് ഓടിക്കുകയാണ്. ഒടുവിൽ സച്ചിക്കിട്ട് 2 എണ്ണങ്ങ് കൊടുക്കുകയും ചെയ്തു. പിന്നീട് അവർ വന്നിരുന്നങ്ങ് ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ആക്ടിങ് എന്ന് രേവതി ചോദിച്ചു. രേവതിയുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന്. ശ്രുതിയെപ്പോലെ തന്നെ നീ നന്നായിട്ട് അങ്ങ് അഭിനയിച്ചു. അതുപോലെ തന്നെ ഞാൻ ശ്രുതിയായിട്ടും. അമ്മ സംസാരിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ശ്രുതിയെ പിടിച്ച് 4 എണ്ണങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം അങ്ങ് തീരുമായിരുന്നില്ലേ. ഇപ്പം നീ എന്നെ ഓടിച്ചതുപോലെ തന്നെ ശ്രുതിയെ ഓടിപ്പിച്ചങ്ങ് അടിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ പണ്ടേ നന്നായി പോയേനെ. ആ അതെ അതെ, അതൊക്കെ ശരിയാണ് സച്ചിയേട്ടാ. പക്ഷേ ആർക്കും അങ്ങനെ ചെയ്യാനൊന്നും തോന്നില്ല. അല്ല, നീയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്ന് സച്ചി ചോദിച്ചു. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല സച്ചിയേട്ടാ. അമ്മ മിണ്ടരുത് എന്ന് പറഞ്ഞാലും സച്ചിയേട്ടൻ എന്നോട് മിണ്ടുമെന്ന കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ പേടിയില്ല. പിന്നീട് രേവതി പറഞ്ഞു, സച്ചിയേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പാവം, അച്ഛൻ്റെ പണം കൊണ്ടല്ലേ ശ്രുതി ആ ഒരു ഷോപ്പ് തുടങ്ങിയത്. അപ്പം പിന്നെ അതിന് അർഹത അച്ഛന് തന്നെയല്ലേ. എത്രയോ വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ശ്രുതി ഒരു നിമിഷം കൊണ്ടങ്ങ് തട്ടിയെടുത്തു. സച്ചി പറയുന്നത്, രേവതി, ആർക്കും കള്ളം പറഞ്ഞ് എപ്പോഴും അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരും. അതുകൊണ്ടല്ലേ നീലിമയുടെ രൂപത്തിൽ സത്യം എൻ്റെ മുന്നിലെത്തിയത്. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടിരുന്നേനെ. അച്ഛൻ്റെ അധ്വാനത്തിന് വിലയുണ്ട്, അത് അച്ഛൻ്റെ കയ്യിൽ തന്നെ വരണം. അത് ശരിയാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സച്ചി പറഞ്ഞു. ഇനി അച്ഛൻ ആ മാനേജർ കസേരയിലിരിക്കുന്നതെന്ന് കാണണം. എന്നാൽ എനിക്ക് സമാധാനമാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. രവിയേട്ടൻ ഇന്ന് ഷോപ്പിലേക്ക് വരും. അദ്ദേഹമായിരിക്കും ഇനി മാനേജർ. അത് സച്ചി പറഞ്ഞതാണ്. കട നിങ്ങൾ വാങ്ങിയാലും പണം രവിയേട്ടൻ്റെ തന്നെയല്ലേ? ശ്രുതി പറഞ്ഞു. അമ്മേ, അങ്ങനെ പറയരുത്, എനിക്ക് വേറെ ജോലിയാണ് അറിയാവുന്നത്.
ഇപ്പോൾ ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വന്നാൽ എൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെ നടക്കും? ഞാനല്ലേ ഈ ഷോപ്പ് ഇത്രയും എത്തിച്ചത്. എടാ ആയിക്കോട്ടെ, പക്ഷേ സച്ചി പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അമ്മ പറഞ്ഞു. അല്ല അമ്മേ, അമ്മ എന്തെങ്കിലും ചെയ്താൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അച്ഛൻ്റെ പണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് തീരുമാനിക്കേണ്ടത് അച്ഛനാണ്. സച്ചിയും ശ്രീകാന്തും വേണ്ടെന്ന് വെച്ചു. പക്ഷേ നീ കാണിച്ച കള്ളത്തരം അമ്മയോടാണെന്ന് പറയാമായിരുന്നില്ലേ? ആ പണം കിട്ടിയപ്പോൾ അഹങ്കാരമായിരുന്നു. ഞാനിത് നയത്തിൽ കൈകാര്യം ചെയ്തേനെ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പറ്റിച്ചു. ഇതിനുള്ള ശിക്ഷയാണെന്ന് കരുതിയാൽ മതി. പക്ഷേ ഒരു കാര്യം ചെയ്യാം, ഷോപ്പ് നിങ്ങളുടെ കയ്യിൽ നിന്നും പോകില്ല. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ശ്രുതിയും സുധിയും ആകാംക്ഷയോട് നോക്കി. എന്താ അമ്മേ ഞങ്ങൾ ചെയ്യേണ്ടത്? ശ്രുതി, നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു 50 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് രവിയേട്ടനെ കൊടുക്ക്. എന്നിട്ട് നിങ്ങൾ ആ ഷോപ്പ് സ്വന്തമായിട്ടെടുത്തോ. ആൻറ്റി, 50 ലക്ഷം രൂപയോ? അതെ, 50 ലക്ഷം രൂപ. നിന്റെ അച്ഛൻ മലേഷ്യയിൽ വലിയ കോടീശ്വരനാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതൊക്കെ ഒരു നിസാര തുകയല്ലേ? അല്ല ആൻറ്റി, അത് പിന്നെ എന്താ, നിന്റെ അച്ഛന് വല്ല പ്രശ്നമുണ്ടോ? അല്ല, അച്ഛൻ ജയിലിലല്ലേ? പണം അച്ഛൻ്റെ അക്കൗണ്ടിൽ കാണുമല്ലോ. അല്ലെങ്കിൽ ഇളയച്ചനോട് ചോദിച്ചാലും മതി. അച്ഛൻ ജയിലിൽ നിന്ന് വരുമ്പോൾ കൊടുത്തോളാം. ആ പണം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നിനക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. സച്ചിയും ശ്രീകാന്തും ഒരിക്കലും അതിന് സമ്മതിക്കില്ല. പണം കൊടുത്ത് ഷോപ്പ് വാങ്ങിക്കാൻ പറഞ്ഞു കൊടുത്തതിന് ചന്ദ്രമതി പോയി. ഇത് കേട്ടപ്പോൾ ഇടിവെട്ടേറ്റ പോലെ തന്നെ ശ്രുതിയും അങ്ങ് സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതിക്കൊന്നും പറയാനും പറ്റില്ല. പറഞ്ഞാൽ അമ്മായിമ്മ അവിടെ നിന്നും അടിച്ചിറക്കും. കള്ളത്തരങ്ങളിങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രുതിക്ക് ജീവിതം തന്നെ പോവും. ആ വലിയ സങ്കടത്തിലായിരുന്നു അവർ. പിന്നീട് രണ്ടുപേരും ഷോപ്പിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് സച്ചി രേവതിയോട് റെഡിയാവാൻ പറഞ്ഞു. ഷോപ്പിലേക്ക് പോവണ്ടേ? ഇനി അച്ഛൻ്റെ ഷോപ്പല്ലേ അത്? അച്ഛൻ വേണം അവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. രവീന്ദ്രൻ ചോദിച്ചു. എടാ മോനെ, അതൊക്കെ വേണോ എന്ന്? വേണം അച്ഛാ എന്ന് സച്ചി നിർബന്ധിച്ചു. ചന്ദ്രമതിയും പറഞ്ഞു. അവൻ കൊണ്ടു നടക്കട്ടെ. ഇല്ലമ്മേ, അവൻ്റെ സ്വഭാവം അറിയാമല്ലോ. അവൻ അത് നശിപ്പിക്കും. അച്ഛൻ്റെ കഷ്ടപ്പാടാണത്. അത് പോയി കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും. അവൻ്റെ കയ്യിൽ ഷോപ്പ് ഇരിക്കുന്നത് കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ്. സച്ചി മഹേഷിനെ വിളിച്ചു. ഷോപ്പിലേക്ക് വരണം. വരുമ്പോൾ 2 മാലയും വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറയും. എന്തിനാ മാല എന്ന് മഹേഷ് ചോദിച്ചപ്പോൾ അത് അവിടെ വരുമ്പോൾ പറയാമെന്ന് പറയും. എല്ലാവർക്കും ഫുഡും കൂടി ഓർഡർ ചെയ്തോളാൻ സച്ചി പറഞ്ഞു. സച്ചി രേവതിയോട് വേഗം തന്നെ റെഡിയാവാൻ പറഞ്ഞു. ഷോപ്പിൽ വെച്ച് ശ്രുതി പറയാണ്, ബിസിനസ് നന്നായി കൊണ്ടുപോയാൽ മാത്രമേ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ എന്ന്. സബ് ഡീലേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ വേണം. അത് ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. കസ്റ്റമേഴ്സ് വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. അപ്പോഴാണ് ശ്രീകാന്തും വർഷയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടപ്പോൾ ശ്രുതി ചോദിച്ചു. പതിവില്ലാതെ നിങ്ങൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്? വല്ലതും വാങ്ങിക്കാനാണോ എന്ന് ചോദിച്ചു. അന്നേരം സച്ചിയേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയാണ് ശ്രീകാന്ത്. അത് കേട്ടപ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോയി. അച്ഛനെ ഇനി MD കസേരയിലിരുത്താനുള്ള പരിപാടിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി മഹേഷിനോട് പറഞ്ഞ ആ ഒരു പൂമാലയും കൊണ്ടായിരിക്കും അച്ഛനെയും കൂട്ടി ചന്ദ്രമതിയെയും കൂട്ടി വരുന്നത്. അങ്ങനെ അച്ഛനെ ആ ഒരു മാനേജർ കസേരയിലേക്ക് ഇരുത്തിയതിന് ശേഷം അമ്മയും കൂടെ ഇരുത്തും. മഹേഷിൻ്റെ ഏൽപ്പിച്ച ആ ഒരു പൂമാല അച്ഛൻ്റെയും അമ്മയുടെയും കഴുത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് സച്ചി. എന്നിട്ട് സ്റ്റാഫുകളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ പുതിയ മാനേജർ രവീന്ദ്രനായിരിക്കും എന്ന കാര്യം. അത് കേട്ടതോടുകൂടി തന്നെ ശ്രുതിയും ആകെ ഞെട്ടിപ്പോവാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.